ശ്രീമന്നാരായണീയം ദശകം 28 ലക്ഷ്മീ സ്വയംവരവും അമൃതപ്രാദുർഭാവവും. ശ്ലോകം 7. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗിരിശദ്രുഹിണാദിസർവദേവാൻ ഗുണഭാജോപ്യവിമുക്തദോഷലേശാൻ അവമൃശ്യ സദൈവ സർവരമ്യേ നിഹിതാത്വയ്യനയാപി ദിവ്യമാലാം. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, പരണമാല്യവും കയ്യിൽ പിടിച്ചുകൊണ്ട് ലക്ഷ്മി ഭഗവതി മെല്ലെ മെല്ലെ നടന്ന് നാണത്തോടുകൂടി ഭഗവാന്റെ മുന്നിലേക്ക് എത്തി. അനയ, ഈ ലക്ഷ്മി ദേവിയാൽ ഗിരീശ ശ്രീ പരമേശ്വരൻ, ദ്രുഹിണ ബ്രഹ്മാവ്, പരമേശ്വരൻ ബ്രഹ്മാവ് ആദി തുടങ്ങിയ എല്ലാ സർവദേവാൻ എല്ലാ ദേവന്മാരും ഗുണഭാജ അഭി ഗുണങ്ങളുള്ളവര് ആണ് എങ്കിലും, അതായത് ആശ്രിത വാത്സല്യാദി ഗുണങ്ങളുള്ളവരാണെങ്കിലും അവിമുക്ത ദോഷലേശാൻ ദോഷാംശങ്ങളിൽ നിന്ന് അവിമുക്ത നിശേഷം മുക്തരല്ല എന്ന് അവമൃശ്യ മനസ്സിലാക്കിയിട്ട്. അപ്പൊ ഇവിടെ ലക്ഷ്മി ദേവി വർണ്ണമാല്യവും കൊണ്ട് പതുക്കെ നടന്ന് മുന്നോട്ട് വരുന്ന സമയത്ത് ശ്രീ പരമേശ്വരൻ അവിടെയുണ്ട്, ബ്രഹ്മാവ് അവിടെയുണ്ട്, മറ്റുള്ള ദേവന്മാരെല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഭഗവതി മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു, ഇവരെല്ലാവരും ഭക്തന്മാരോട് വാത്സല്യം ഉള്ളവര് തന്നെയാണ്, ഗുണങ്ങൾ ഉള്ളവരാണ് എങ്കിലും, നല്ല ഗുണങ്ങൾ ഒരുപാടുള്ളവരാണ് എങ്കിലും ചെറിയ ദോഷങ്ങളൊക്കെ അവർക്ക് ഉണ്ട്. അതായത് ദോഷങ്ങളിൽ നിന്ന് പരിപൂർണമായിട്ട് മാറി ഗുണങ്ങൾ മാത്രമായിട്ട് നിൽക്കുന്നവരല്ല എന്ന് മനസ്സിലാക്കിയിട്ട് സദായേവ എല്ലായ്പ്പോഴും തന്നെ എപ്പോഴും തന്നെ സർവരമ്യേ, അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായ, അതാണ് സർവരമ്യ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായ അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവനായ തൊയ് നിന്തിരുവടിയിൽ അഭി തന്നെ, നിന്തിരുവടിയിൽ തന്നെ, തൊയ് അഭി നിന്തിരുവടിയിൽ തന്നെ. അപ്പൊ എപ്പോഴും എല്ലാ പ്രകാരവും കമനീയനായിരിക്കുന്ന, അതായത് എല്ലാവരാലും ഇഷ്ടപ്പെടുന്നവനായിരിക്കുന്ന, ഗുണങ്ങൾ മാത്രമുള്ളവനായിരിക്കുന്ന നിന്തിരുവടിയിൽ തന്നെ ദിവ്യമാല നിഹിത, ദിവ്യമായ ആ വരണമാല്യം നിഹിത സമർപ്പിക്കപ്പെട്ടു. അപ്പൊ മഹാലക്ഷ്മി മനസ്സിലാക്കി, മറ്റു ദേവന്മാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് എങ്കിലും എല്ലാവരും ഗുണങ്ങൾ ഉള്ളവരാണ് എങ്കിലും ചെറിയ ചെറിയ ദോഷങ്ങൾ ഓരോരുത്തരിലും ഉണ്ട് എന്ന് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ഇവിടെ സർവഗുണ സമ്പന്നനായിട്ടുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ആ ഭഗവാനിൽ തന്നെ കൊണ്ടുവന്ന് ആ ദിവ്യമായ ആ മാലയെ ചാർത്തി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.